ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രോഷ്യ ബേസിക് സ്റ്റിച്ച് കാണിച്ചു തരാം. ആദ്യം സ്ലിപ്പ് നോട്ട്. ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബേസിക് നോട്ടാണിത്. ഇതിനായി ആദ്യം യാൺ എടുത്ത് നമ്മുടെ കയ്യിൽ ഒരു എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ യാൺ, അടിയിലത്തെ യാണിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റി മണ്ടയിലത്തെ യാണിനെ പുൾ ഔട്ട് ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കൈ മാറ്റി അതിനെ ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലെ യാൺ ഉപയോഗിച്ച് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ നോക്കാം. ആദ്യം യാൺ ഒരു എക്സ് ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് അടിയിലത്തെ യാണിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റി മണ്ടയിലത്തെ യാണിനെ പുൾ ഔട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് കൈ മാറ്റി ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലെ യാൺ ഉപയോഗിച്ച് അതിനെ ടൈറ്റ് ചെയ്യാം. ഇത് ഒരു മെത്തേഡ്. ഇനി വേറെ ഒരു മെത്തേഡ് കൂടെയുണ്ട്. അതിനായി യാൺ ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാണ് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് രണ്ട് സൈഡിലെ യാൺ ഉപയോഗിച്ച് അതിനെ ടൈറ്റ് ചെയ്യാം. ഒന്നുകൂടെ നോക്കാം. ആദ്യം യാൺ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഒന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് ഹുക്ക് കയറ്റി രണ്ട് സൈഡിലെ യാൺ ഉപയോഗിച്ച് അതിനെ കൂടുതൽ ടൈറ്റാക്കി കൊടുക്കാം. യാൺ ടൈറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈറ്റും ഒരുപാട് ലൂസുമായി പോകല്ല്. ഹുക്കിന് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാവുന്ന പോലെ ആക്കി കൊടുക്കണം. ഇനി യാൺ എങ്ങനെ ഹോൾഡ് ചെയ്യാമെന്ന് പഠിക്കാം. ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. പലർക്കും പല രീതിയിൽ പിടിക്കുമ്പോഴാണ് അത് ടൈറ്റായിട്ടിരിക്കുന്നത്. എനിക്കിതാണ് കംഫർട്ടബിൾ. അപ്പോൾ ആദ്യമായിട്ട് ചൂണ്ടുവിരലിൻ്റെ അടിയിൽ കൂടെ യാൺ എടുത്ത് മിഡിൽ ഫിംഗറിൻ്റെ അവിടെയായിട്ട് ആ സ്ലിപ്പ് നോട്ടിൻ്റെ ഭാഗം കൊണ്ട് വെക്കുക. എന്നിട്ട് ചെറിയ വിരൽ ഉപയോഗിച്ച് ആ യാണിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തം ഫിംഗർ വെച്ച് അതിനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. റിംഗ് ഫിംഗർ വേറെ ഒന്നും ചെയ്യുന്നില്ല, അത് ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അടുത്തത് ചെയിൻ സ്റ്റിച്ച് പഠിക്കാം. ഇതിനായി ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റി ഹുക്കും യാണും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ആ യാണിനെ ഒന്ന് യാൺ ഓവർ ചെയ്തെടുക്കണം. എന്നിട്ട് ആ യാണിനെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ഔട്ട് ചെയ്ത് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കി. ഇത്രയേ ഉള്ളൂ. ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചെയിൻ സ്റ്റിച്ചിനെയാണ് ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓരോ യാൺ ഓവർ ചെയ്തെടുക്കുമ്പോഴും ഓരോ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടത്രയും ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കിയെടുക്കാം. ചെയിൻ സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സിംഗിൾ ക്രോഷ്യ പഠിക്കാം. ഇതിനായി ആദ്യം നമ്മൾ ചെയിൻ 1 സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്കിട്ടാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്.
അപ്പോൾ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ആദ്യം ഇടണം. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അതൊന്ന് പുൾ ഔട്ട് ചെയ്യുമ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇതുപോലെ അടുത്ത ചെയിനിൽ നമുക്കുണ്ടാക്കാം. ആദ്യം ഹുക്ക് കയറ്റി യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കണം. ഈ ചെയിൻ ഫുള്ള് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. നമ്മുടെ സിംഗിൾ ക്രോഷ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാലൻസ് പാർട്ട് 2 ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.